എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ ഇത്. നിക്ക് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യാം. പൊന്നെ ഓ പൊന്നെ വീണ വണ്ടി അവിടെ ഇടുകയുള്ളൂ. മാക്സിമം ഞാൻ വണ്ടി വീഴാതെ പോകാനാണ് നോക്കുന്നത്. എന്തോ അയ്യോ അന്നിട്ടൂല മറമാറ, അത് കുഴപ്പമില്ല, ട്രൈ ചെയ്യാം. ആ മാറി, പുറകിൽ നിന്ന് മാറിക്കോ, കല്ല് എല്ലാം തെറിച്ച. ഓ അയ്യോ ആ വേണം വേണം. നീ വണ്ടിയുടെ നീ തള്ളുവാണോ? ഓ നൻപനെപ്പോ ഒറ്റ സ്ട്രെച്ചിൽ കയറാനൊരു ഗ്യാപ്പ് ഇടുന്നില്ല, എല്ലാം കയറിയാന്. അയ്യോ ഓരോ യാത്രകൾ ഓരോ അനുഭവമാണെന്നാണല്ലോ. ഓമ്മേ പിടിക്ക്. ആ ഗൈസ്, മാക്സിമം വണ്ടി വീഴാതെ നോക്കുവാണ് ഞങ്ങൾ. ഒറ്റ സ്ട്രെച്ചിൽ കയറി പോട്ടെ. വീണു. ഓ സൂപ്പർ. അയ്യോ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഇല്ലില്ല, ക്ലൗഡായിരുന്നു. അവിടെ പൊക്കാനുള്ള സ്ഥലമില്ല. കയറണ്ട. മഴ പെയ്തോണ്ടേ ഒടിഞ്ഞോ? മാറി മാറി മാറി. ഇതെന്താ? ആ എടുത്തു. ഓ സൂപ്പർ, എല്ലാം വർക്കാവുന്നുണ്ട്. ഇല്ലാന്ന് പിടിച്ചേ. അയ്യോ ഒരാൾ കൂടി ഉള്ളത് നല്ല. ഇറങ്ങാനോ ഇത്രയായിട്ട്? ഓ പുറകിലെ ടയറില്ല, വിഷം.
ഇതിപ്പോൾ മഴ പെയ്യട്ടെ. വിട് വിട്, ഞാൻ ഇറക്കിയതാ, വിട്ടോ. ഞാൻ പിടിച്ചെടുത്ത് നിന്നു. ഇല്ല, തോൽക്കാൻ. മാറി. പിടിക്കണ്ട, ഏറിക്കോളും. മാറ്. ഹാൻഡിൽ എൻ്റെ പോകാൻ പോലും പറ്റില്ല. നല്ലൊരു മഴ വരുന്നുണ്ട്. ഇതെന്തോ ഇത്, പന്നി എടുത്തു പറഞ്ഞോ? മഴ പെയ്തിട്ടാ. പൊക്കാം പൊക്കാം. അയ്യോ, ആക്സിലേറ്റർ എങ്ങാനും. പൊക്ക് പൊക്ക് പൊക്ക്. വണ്ടി പോക്കാൻ പിടിച്ചില്ലേ? അവിടെ സ്റ്റാൻഡ് ഇട്. സ്ഥലമല്ലേ അവിടെ? ഓ, ആ മഴ. കമ്പെന്തിനാ? വിട് വിട്. ഇത് വെള്ളം വന്നിട്ടേ മൊത്തം. ആ എടുക്ക്. അതിലെടുക്കാൻ പറ്റില്ല, താഴെ എടുക്ക്. ഒടിച്ചു കള.
പക്ഷെ കയറി വന്നു. അതോ ഫക്ക്, അതോ ഫക്ക്. അയ്യോ ഓഫാക്ക്. അയ്യോ ഗൈസ്, എന്ത് രണ്ടുപേരും നടക്കില്ല. ഇവിടെ ഞാനും വെച്ച് ഒതുക്കിയിട്ട് പോവാം. ആ നടക്കുള്ളൂ. വാ പോക്കാം. കൈ ഒടിഞ്ഞു തോന്നുന്നു. ഈ വിരല് വേദന എടുക്കാൻ തുടങ്ങി. വാ വാ. വാ ഗൈസ്, പൊക്കാൻ സ്ഥലമില്ല. എത്തുന്നില്ല. എവിടെ പിടിക്കണം? ചില്ലറപ്പണിയല്ല. ഇങ്ങനെ ട്രൈ ചെയ്യുന്നൂടെ? പുല്ലിൽ വീണോണ്ട് കുഴപ്പമില്ല. ഗൈസ്, ഓഫ് റോഡ് എന്ന് പറയുന്ന ഒരു ചില്ലറ കഴപ്പല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു ഓഫ് റോഡ് അടിക്കണം. എക്സ്പോളത്തെ എടുത്തതിന് ശേഷമുള്ള ആഗ്രഹം ഓഫ് റോഡ് പോകണം, ഓഫ് റോഡ് പോകണം. ഇമാതിരി ഒറ്റയ്ക്കായതുകൊണ്ടാണ് പ്രശ്നം. കൂടെ ഒരാളും കൂടി ഉണ്ടെങ്കിൽ കട്ടക്കേക്കായിരുന്നു. പിന്നെ എൻ്റെ ടയർ ഓഫ് റോഡ് ടയർ അല്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. പുറകിലെ ടയർ തെന്നി കളിക്കുക. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് കാണാം. ഓക്കെ. നല്ല മഴയും. ഇനി വണ്ടിയും കൊണ്ട് മുകളിലോട്ട് കയറാൻ എന്തായാലും പറ്റില്ല. ഇത്ര നേരം വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ കയറി പോകുന്നുള്ളൊരു ഇതെങ്കിലും ഉണ്ടായിരുന്നു. ഇവിടം വരെയെങ്കിലും എത്തി. റോഡൊന്ന് പോയി നോക്കട്ടെ. വാ, ഒന്ന് പോയി നോക്കാം. അതെ, ഇവിടെ ഒതുക്കി ഇങ്ങോട്ട് വണ്ടിയൊന്നും വരില്ല. എന്താ അവിടം വരെ റോഡുണ്ടോ നോക്കിയിട്ട് വരാം. എൻ്റെ ബാക്ക് ടയർ ശോകമാണ്. അതാണ് വേറൊരു ടാസ്ക്. ഇവിടം വരെ എത്താറ്. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ. കൂടെ വേറെ ബോയ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആ മൈൻഡ് വെച്ച് കയറി പോവാം. ഇതിപ്പോൾ അവൾക്കൊരു പേടിയാണ്. വീണാൽ എന്തെങ്കിലും പറ്റുമോ, വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ. നമ്മുടെ ഒരേ മൈൻഡാണ്, വലിയ വിഷയമില്ലായിരുന്നു. ബോയ്സ് 2-3 പേരുണ്ടെങ്കിൽ വണ്ടി പൊക്കിയെടുത്ത് കൊണ്ടുപോകാനും വിഷയമില്ല. ഇത് കയറി കിട്ടിയാൽ മതി. എന്താ കണ്ടോ, ഇതാണ് പ്രശ്നം. കണ്ടോ, മനസ്സിലായില്ലേ? നമ്മൾ ആൺപിള്ളേരാണെങ്കിൽ ആടാ ഇത് കയറ്റിക്കൊള്ളാമെന്ന് പറയും. പെൺപിള്ളേർ പക്ഷേ സമ്മതിച്ചില്ല. കണ്ടോ, ഇതാണ് പ്രശ്നം. അയ്യോ, ഇങ്ങോട്ട് കയറി കഴിഞ്ഞ വിഷയമില്ല. വണ്ടിയുടെ കീ എടുത്തില്ലല്ലേ? ഒന്നും വലിയ സീനില്ല. ഈ റോഡൊന്നും വലിയ സീനില്ല. അത് മാത്രം കയറി കിട്ടിയാൽ മതി. അയ്യോ, പേടിയാ. എന്തിനാ പേടിക്കുന്നത്? ഞാൻ ഒരു കുട എടുത്തു കേട്ടോ ഗൈസ്. അവിടെ പുഴുവിൻ്റെ ശല്യം ഉണ്ടെന്ന്
ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ കണ്ടു. ആ ഇവിടം വരെ വണ്ടി വരും. ഇവിടുന്ന് അങ്ങോട്ട് കുരിശടി, അങ്ങോട്ട് കയറി പോകണം. വണ്ടി ഒതുക്കിയിട്ട് വരാം അല്ലേ? വയ്യാന്നു. അയ്യോ നനഞ്ഞു, അത് ആസനം നനഞ്ഞു. എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നേ. വീഡിയോ എടുക്കാനോ? അയ്യോ എന്താ? അയ്യോ എന്തൊക്കെ ആഗ്രഹമായിട്ടാണ് വന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്കും മടുത്തു. ഇത് ആ ഹെൽമെറ്റിനകത്ത് നോക്ക്. അയ്യോ ഗൈസ്, നിങ്ങൾക്ക് വ്യൂ പോയിന്റ് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. മടുത്തു. അടുത്ത പ്രാവശ്യം കാണിച്ചു തന്നാൽ മതിയോ? പറ്റില്ല. വണ്ടിയുടെ കീ എടുത്തില്ല അല്ലേ? ആ അതാരും എടുത്തോണ്ട് പോയില്ലല്ലോ ഇവിടുന്ന്. ഇവിടെ കാണാം. വീഴുവോ? ആ നിക്ക്. എങ്ങോട്ടാ? നിക്ക് നിക്ക്. ആ ഗൈസ്, മഴ പെയ്തു കേട്ടോ. അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കും ഗോപ്രോ ഓഫ് ചെയ്ത് വെച്ചു. ഇതാണ് കുരിശടിയിലേക്ക് പോകേണ്ട വഴി. ഞങ്ങളുടെ അവസ്ഥ ദയനീയമായതുകൊണ്ട് ഞങ്ങൾ കുരിശടിയിലേക്ക് പോകുന്നില്ല. മുകളിൽ പോയി കഴിഞ്ഞാൽ നല്ല കോട കിട്ടും. പോയാലോ? ഇവർക്ക് പേടിയാണ് കേട്ടോ. പേടിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ നല്ല കോടയുണ്ട്. ഗോപ്രോ ഓണാക്കാൻ പറ്റില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? ഇങ്ങോട്ട് വരുന്നവർക്ക് കിടിലൻ സ്പോട്ടാണ്. എന്തായാലും ഞങ്ങൾക്ക് നല്ല ക്ലൈമറ്റ് കിട്ടി ഭാഗ്യത്തിന്. കാരണം കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ്. വേറെ സെക്യൂരിറ്റിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. നാട്ടുകാരോ ആരും ഇല്ല. ഇവിടെ ആരും ഇല്ല. ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഇവിടെ. വേറെ ആരും ഇല്ല ഇവിടെ. നല്ല പീസ് ആൻഡ് കാമാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഓഫ് റോഡ് എടുത്താൽ അത് 3 പടവും കിട്ടി കേട്ടോ. അപ്പോഴത്തേക്ക് മഴയും പെയ്തു. മഴ പെയ്തുകൊണ്ട് ഇങ്ങോട്ട് വണ്ടി കയറ്റണം എന്ന് വിചാരിച്ചില്ലേ. ഞാനിവിടെ വരെ എങ്ങനെയും കയറ്റിയാണ്. ചെറിയൊരു ഓഫ് റോഡ് ആണെങ്കിലും എന്താ നല്ല കോട വന്നു. നമുക്ക് മുകളിലോട്ട് പോവാം. നല്ല കോട കിട്ടും. പേടിക്കാം. ഇവിടം വരെ വന്നിട്ട് പേടിയെന്നോ. നല്ല വ്യൂ ഉണ്ട്. നോക്കി ഇതൊരു ഫോറസ്റ്റ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നു. ഇത് റബ്ബറാണ്. റബ്ബറല്ലേ, വേറെന്തോ മരോ ഇതുണ്ടോ? അത് നോക്കി. അയ്യോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് ഹിൽ ടോപ്പിലേക്ക് വരുന്നില്ല കേട്ടോ. എനിക്ക് കുറച്ച് താഴെ പോയിട്ടുള്ള വ്യൂസ് കൂടി കാണിച്ചു തരാം. കാരണം മുകളിൽ ആരുമില്ല. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവളെന്ത് പറഞ്ഞാലും അവൾക്ക് ഭയങ്കര പേടി. പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ വണ്ടി ഇവിടെ ഉണ്ട്. വണ്ടി ഇനി ഇവിടുന്ന് താഴോട്ട് ഇറക്കണം. മഴ ആയതുകൊണ്ട് കേട്ടോ ഗോപ്രോ എടുക്കാതെ. ഗോപ്രോയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല മഴയായതുകൊണ്ട്. ഇത് ഈ കടമ്പ കിടക്കണം. ഇത് അത്രയേ ഉള്ളൂ, വലിയ ദൂരമില്ല. പിന്നെ കൂടെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ വിഷയമില്ല. ഇത് അവൾക്ക് ഭയങ്കര പേടി. സോ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണ്. ഇവിടം വരെ വന്നിട്ട് കൂട്ടുകാരായിട്ട് ഒരു ദിവസം കൂടി വരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് മൊത്തമായിട്ട് കാണിക്കാം. സോറി കേട്ടോ, ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ്. ക്ലൈമറ്റല്ല, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. കാരണം ഞാൻ 2-3 പ്രാവശ്യം വീണു. കൈ ഇടിഞ്ഞൊരു എന്തോ ഞങ്ങളുടെ ഗ്യാങ്ങായിട്ട് എന്തായാലും വരണം. വലിയ ഓഫ് റോഡില്ല. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. പക്ഷെ അത് കയറണം തന്നെ ഭയങ്കര ടാസ്ക്കാണ്. ഭയങ്കര ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയർ ഉണ്ടോ നിങ്ങൾ? ഈ ടയറിൻ്റെ ഷോ ആയിട്ട് ഇരിക്കുകയാണ്. തെന്നിക്കളിക്കുകയാണ്. പിന്നെ ഈ മഴ പെയ്തില്ല. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്താണ് കേട്ടോ. മഴയും കൂടി പെയ്യുന്നുണ്ട്. റോഡിൻ്റെ അവസ്ഥ നോക്കി. പിന്നെ എപ്പോഴും വണ്ടി വീണ് കഴിഞ്ഞാൽ പൊക്കിത്തരാൻ ആളില്ല. ഇവളെ കൊണ്ട് എപ്പോഴും പൊക്കാൻ പറ്റില്ല. 2 പ്രാവശ്യം പൊക്കിയപ്പോൾ തന്നെ ഇതേ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കൈവേദന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നല്ല മഴയാണ്. ഞങ്ങൾ പതുക്കെ തിരിക്കുക. ഇനി പോകുന്ന വഴിയിൽ കാണാം. ഇതുണ്ടോ? ഓടാന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല. മുകളിൽ പോയാൽ നല്ല വ്യൂ ആയിരിക്കും. നമുക്ക് വണ്ടി നിർത്തിയിട്ടിട്ട് പോയാലോ?
അതെന്താ പോയിട്ട് വരാം മോളെ. മഴ ആ മഴ കൊള്ളാൻ വേണ്ടിയല്ലേ നമ്മൾ വന്നത്. മഴ കൊള്ളാൻ വേണ്ടി വന്നിട്ട് ഇവിടെ എത്തി കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വണ്ടി ഒന്ന് വിളിക്കട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയും നല്ല കോടയും. ഇത് കണ്ടോ, വ്യൂ കണ്ടോ നിങ്ങൾ, കോട കണ്ടോ, നല്ല ഇറക്കമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാം, നിങ്ങളെ ഫുൾ വ്യൂ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത്രയും മഴയായതുകൊണ്ടാണ് ഇത് റോഡ് പോലും കാണുന്നില്ല. അപ്പോൾ ഹിൽ ടോപ്പിലേക്ക് കയറിപ്പോവാൻ അവൾ സമ്മതിക്കുന്നില്ല, അവൾക്ക് പേടിയാന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ വണ്ടിയും കയറ്റണേൽ കുറച്ച് 2 പേരുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി കയറ്റാം, ഒരു വിഷയമില്ല. അയ്യോ ഇത് കണ്ടോ കോട, എൻ്റെ പൊന്നെ, ഒമ്പോ വിഷയം. അപ്പോൾ നിങ്ങൾ കപ്പിൾസൊക്കെ ആയിട്ട് വരാനാണെങ്കിൽ കിടിലൻ സ്പോട്ടാണ് കേട്ടോ. 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തായാലും ഇങ്ങോട്ട് വരിക. ഇവിടെ വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഹാൻഡിൽ ബെൻഡുണ്ടോ, അമ്പോ കിടിലം. ഇവിടെ നിർത്തിയാലോ, അല്ല താഴെ ഉണ്ടാവും ഈ കോട അല്ലേ. ആ അയ്യോ, അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ ഈ വ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ സ്ഥലം എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ മുകളിലേക്ക് കയറിയാലുള്ള കാര്യം പറയണോ. നമ്മൾ ആ ടോപ്പിലാണ് നിന്നത്, ഇനി അതിൻ്റെ ടോപ്പിൽ വീണ്ടും പോവാം. അയ്യോ ഇറങ്ങ്. അപ്പോൾ ഇനി ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ഇങ്ങോട്ട് കൂടിയോ. ഇത് അധികം ആർക്കും അറിയാത്ത സ്പോട്ടാന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. ഇത് കണ്ടോ, അയ്യോമ്പോ, അത് പൈനാപ്പിൾ കൃഷിയാന്ന് തോന്നുന്നു കേട്ടോ. ഓഹ് എൻ്റെ പൊന്നെ, ഇവിടെ വന്ന് മുകളിൽ കയറിയില്ലാലും ഇവിടെ വന്ന് മുതലായി. അത്രയ്ക്ക് നല്ല മഴയും നല്ല കോടയും. എത്ര അയ്യോ, ആ എറണാകുളത്തെ ചൂടെന്ന് മാറിയപ്പോൾ തന്നെ എന്തൊരാശ്വാസം. ഓഫ് മാൻ. ആ ഫുള്ള് ഇനി കയറാനൊന്നും ഇല്ല. ഇപ്പം നമുക്ക് തന്നെ കയറായിരുന്നു, നീ സമ്മതിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് സോറി പറയുന്നു, മുകളിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട്. അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഓഫ് എൻ്റെ പൊന്നെ, 2-3 പ്രാവശ്യം വീണ് കേട്ടോ. ഞാൻ പിന്നെ മഴയാണെങ്കിൽ മഴ ഒന്നും നോക്കണ്ട, നിങ്ങളെ ഈ വ്യൂ കാണിക്കാൻ വേണ്ടി ഗോപ്രോ എടുത്തങ്ങ് വെച്ചു, സെറ്റ് ചെയ്തു. ഓഫ്, മനസ്സിന് തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ടെൻഷനും കാര്യങ്ങളെല്ലാം മാറി. ചൂടാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ, എറണാകുളത്തെ ചൂട് എല്ലായിടത്തും, കേരളത്തിൽ മൊത്തം ചൂടാണ്. അയ്യോ, താഴോട്ട് പോവാം. ഇനി താഴത്തെ വ്യൂ കൂടി നോക്കാം. താഴെ നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയാലേ ഉള്ളൂ അല്ലേ. മഴ പെയ്ത് ഫുൾ തെന്നണുണ്ട് കേട്ടോ. നോക്കിയും കണ്ടും വന്നില്ലേ തെന്നിയടിച്ച് വീഴാം. ഈ റോഡ് എങ്ങോട്ടാ പോയി നോക്കായിരുന്നല്ലേ ഗൈസ്. അവൾക്ക് ഒടുക്കത്തെ പേടി, മിന്നലടിക്കും, അതും ഫുൾ നെഗറ്റീവ്. ഇവിടെ പോയി നോക്കാം. അമ്പോ, ഇതിലേ താഴോട്ട് ഇറക്കാം അല്ലേ. കൊക്കയോ, അമ്പോ കിടിലൻ സ്പോട്ട്. ഓ ഇവിടെ വരുന്നു, ഇവിടെ എല്ലാം ഇപ്പോൾ താഴോട്ട് പോയേനെ. സ്റ്റാൻഡ് ബെസ്റ്റ് ഇട്ടോന്നല്ല, ഇവിടെ പുറകോട്ട് ഇറക്കി വെച്ചില്ലേ, ഇടാൻ പറ്റില്ല. പുല്ല് എങ്ങനെയുണ്ട് ഗൈസ്, സ്ഥലം എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറ. ഓക്കെ, എപ്പടി ഇருக்கு இந்த പ്ലേസ്, എപ്പടി ഇருக்கு? തെന്നി വീടല്ലേ താഴോട്ട്, നോക്കി നിൽക്കണേ. വീട്ടിൽ ആൾക്കാരുണ്ടെങ്കിൽ എന്താ, ഒരു സ്ഥലത്ത് ഒന്ന് എൻജോയ് ചെയ്യാൻ വിടരുത്. ഓ ദേ പൊളി. ഒരു ഫോട്ടോ എടുക്കട്ടെ, ഫോൺ തരാമോ? ഒരു ഫോട്ടോ എടുക്കട്ടെ വണ്ടിയുടെ. കുട മാറ്റണ്ട, ഇനിയിപ്പോൾ എല്ലാം കൂടി എടുത്ത് കെട്ടി വെക്കാൻ പറ്റില്ലല്ലോ. അമ്പോ പൊളി.
ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്ലൈമറ്റും നല്ല സ്ഥലവും, ഒരു രക്ഷയില്ലാത്ത ഒരു കിടിലൻ സ്ഥലം. നല്ല കോടയും. വേറെന്ത് വേണം മച്ചാൻ, നമുക്ക് സന്തോഷമായി. എങ്ങനെയുണ്ട്? മുകളിലേക്ക് പോയില്ലേലും ഈ ഒരു വ്യൂ കൊണ്ട് തന്നെ സന്തോഷമായി. എങ്ങനെയുണ്ട് വ്യൂ? ഇവിടുന്ന് വണ്ടി ഒന്ന് നോക്കിയേ, പ്രത്യേക ഒരു ഭംഗിയോ. അയ്യോ, ആ വണ്ടി നോക്കിയേ ഗൈസ്, എൻ്റെ പൊന്നെ കിടില. ഗൈസ്, ഞാൻ ഇപ്പോഴും പറയുന്നു ഗോപ്രോ അടിച്ചു പോകുമെന്ന് എനിക്കറിയില്ല. മഴയത്താണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇത് ഏതെങ്കിലും ഒന്ന് തീരുമാനമാവും. ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തുതരാൻ വേണ്ടി മാത്രമാണ് ഈ മഴയത്ത് ഗോപ്രോ ഓണാക്കിയത്. അട്ട കടിച്ചോ? പിന്നെ എന്താ? എവിടെ? എവിടെ എവിടെയാ? എവിടെ 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 അടിച്ചേ? എന്താ? നിതമ്പത്തിലാണോ അടിച്ചത്? അതെങ്ങനെ കളയും? എവിടെ? നീക്ക് എങ്ങനെ മനസ്സിലായി? എവിടെയാ? ഗൈസ്, ഒരുത്തി അട്ട അടിച്ചു എന്ന് പറഞ്ഞിട്ട് കരയായിരുന്നു. അട്ടയല്ല. വാ, അപ്പോൾ പോവാം. പീസ്ഫുള്ളാണ്, നല്ല പീസ്ഫുൾ, നല്ല സമാധാനമുണ്ട്. അപ്പോൾ കപ്പിൾസൊക്കെ ആയിട്ട് വരാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ് കേട്ടോ. നിങ്ങളെന്തായാലും വൺ ഡേ, ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ചാടി വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു 2-3 ദിവസമൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ വൺ ഡേ കൊണ്ട് നല്ലൊരു സ്ഥലത്തേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വന്ന് അത്യാവശ്യം പീസായിട്ടിരിക്കാം, കാമായിട്ടിരിക്കാം, ഒരു ടെൻഷനും വേണ്ട, ഹാപ്പി ആയിരിക്കാം. അമ്മാതിരി സ്പോട്ട്. എന്താണെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് വന്നിട്ട് ഒരു 2 മണിക്കൂർ വേണേൽ മതി. 2 മണിക്കൂർ കൊണ്ട് വേണേൽ പോയിട്ട് വരാം. പിന്നെ ഇവിടെ കറങ്ങി കാണാൻ അത്ര സമയം വേണ്ടുള്ളൂ. അവിടെ നിന്ന് ഇവിടം വരെ വരാൻ ഏകദേശം 1.5 മണിക്കൂർ, തിരിച്ചു വരാൻ 1.5 മണിക്കൂർ, 2-3 മണിക്കൂർ, ആ കേസേ ഉള്ളൂ. വേറെ ഒരു വിഷയമില്ല. നല്ല കിടിലൻ സ്പോട്ട്. ഇനി ആക്ച്വലി ഓഫ് റോഡ് പോയപ്പോഴത്തേക്കും നല്ല ടയേർഡായി. ഇല്ലെങ്കിൽ ഞങ്ങളങ്ങ് മുകളിൽ കയറിയാനെ, തിരിച്ചിറങ്ങിയാനെ. വണ്ടിക്കൊന്നും പറ്റിയില്ല. ഷോക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ഒരു സ്ക്രാച്ച് ആയല്ലോ. വേറെ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അതിലുള്ളൊരു പ്രശ്നം മഴ മാത്രമാണ്. ഈ മഴ വന്നുകൊണ്ട് ഇത്ര കോട കിട്ടി. റീലിടാൻ വേണ്ടി വീഡിയോ എടുക്കാൻ തോന്നുന്നു കേട്ടോ. ഹാപ്പി അല്ലേ മോനെ? നീ ഹാപ്പി അല്ലേ മോനെ? കേട്ടോ, സത്യമായിട്ടും ഇതാ പറ്റിച്ചേ. ഇനി താഴെ ഒരു പാറ കൂടിയുണ്ട്, നമ്മൾ കയറി വരുമ്പോൾ കണ്ട. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, ടോപ്പ് വ്യൂ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മൂവാറ്റുപുഴ എറണാകുളമൊക്കെ കാണാമെന്ന് പറയുന്നു. ഇപ്പോൾ കോടയാണ്ടൊന്നും കാണില്ല. അവിടെ കാണുന്നത് തൊടുപുഴയോ മൂവാറ്റുപുഴ ഏതോ സ്ഥലം കണ്ടാണ്. മലയാറ്റൂർ കഴിഞ്ഞ ഹയസ്റ്റ് ടോപ്പിലേക്കുന്ന ഹിൽ വ്യൂ ഇതാണെന്നാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഞങ്ങൾ പെട്ടെന്ന് ചാടി ഇറങ്ങി വന്നോണ്ടേ ഒന്നും പഠിക്കാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ വല്ലതും ഞാൻ പഠിച്ച് പറഞ്ഞേനെ. മഴ പെയ്ത് വണ്ടി കാണാൻ തന്നെ, മഴയത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് തന്നെ ഒരു ഭംഗിയാട്ടോ. .
വീണ്ടൊന്നും പറ്റിയില്ലല്ലേ, വേദന എടുത്തു, ഒന്നും പറ്റിയില്ലായിരിക്കും. വണ്ടി കുറച്ച് പോവാം. വളക്കുന്നതിന് വിഷയമൊന്നുമില്ല. ജൂൺ ജൂലൈ നമ്മുടെ മൺസൂൺ മാസങ്ങളൊക്കെ നോക്കിയിട്ട് വരിക. അതായിരിക്കും നല്ല ക്ലൈമറ്റും കോടയും കിട്ടാൻ നല്ല ബെസ്റ്റ് ടൈം കേട്ടോ. പിന്നെ വരുമ്പോൾ ഒരു ഗ്യാങ് ആയിട്ടൊക്കെ വരാൻ നോക്കാം, ഇല്ലെങ്കിൽ ധൈര്യമുള്ളവർ വരും കേട്ടോ. എനിക്ക് ഇതിനൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് എല്ലാ സ്ഥലത്തും പോകും വരും, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കൂടെ ഒരു ലേഡി ഗേൾസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വരിക. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒറ്റയ്ക്കായിപ്പോയി, വേറെ ആരുമില്ല ഈ പരിസരത്ത് ആരുമില്ല. വീട്ടുകാരുണ്ട്, അവർ ആ മുകളിലോട്ട് ഹിൽ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ ആരുമില്ല. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഹിൽ ടോപ്പിൽ കയറാത്തത്. പിന്നെ ഹിൽ ടോപ്പിൽ കയറാത്ത വിഷമം ഞങ്ങൾ ഈ താഴേക്ക് ഈ കോട കിട്ടിയപ്പോഴത്തേക്കും മാറി കേട്ടോ. അത് അത്രയും എക്സ്ട്രീം ലെവൽ കോട കിട്ടിയതുകൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. കാരണം ഇങ്ങനത്തെ കോടയൊക്കെ ഞാൻ വാഗമണ്ണ് പോകുമ്പോഴേ കിട്ടിയിട്ടുള്ളൂ. ആ സൈഡ് പോയ കുട്ടിക്കാനും വാഗമണ്ണ് ആ ഭാഗത്തൊക്കെ പോകുമ്പോഴാണ് കിട്ടിയിട്ടുള്ളത്. ഒരു വർഷം കണ്ട ഇങ്ങനത്തെ ക്ലൈമറ്റ് ഞാൻ കണ്ടിട്ട്. എന്തായാലും വന്നതിന് ഭയങ്കര ഹാപ്പിയായി. വരട്ടെ. ഓ ഇല്ല, വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസർ കാത്ത് സംസാരിക്കുന്നുണ്ട്. മഴ പെയ്തിട്ട് മൊത്തം വെള്ളമാണ്, കണ്ണ് കാണാൻ പാടില്ല. അപ്പോൾ ഞാൻ ഈ വ്ളോഗും അതും എല്ലാത്തിലും ശ്രദ്ധിക്കുന്നതുകൊണ്ട് വഴി ശ്രദ്ധിക്കാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ വരുന്നവർ കപ്പിളൊക്കെ ആയിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ കിടിലം പ്ലേസാണ് കേട്ടോ. എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. വേറെ നഷ്ടമോ കാര്യങ്ങളൊന്നുമില്ല, കാരണം ടിക്കറ്റോ കാര്യങ്ങളൊന്നും എടുക്കണ്ട. കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള സ്പോട്ട് ഇതാണ്. പെട്ടെന്ന് വന്നിട്ട് പോവുകയും ചെയ്യാം. വേറെ സെക്യൂരിറ്റി കാര്യങ്ങൾ അങ്ങനത്തെ ടെൻഷനോ ഒന്നുമില്ല, ഒന്നും പേടിക്കണ്ട. സോ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ ഇത്. ഇതേ ഇപ്പോൾ ഇവിടുത്തെ വ്യൂ കൂടി കാണിച്ചു തരാം. ഇവിടെ കോട ഇല്ലയെന്നാണല്ലേ പറഞ്ഞേ? ഓ, ഇവിടെ കുറേ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആ ചേച്ചി പറഞ്ഞത്. ആ, അമ്മച്ചി പോയോ? ഓ, കട കൂട്ടിപ്പോയി. ഇവിടെ വണ്ടി വെക്കാം അല്ലേ? അത്യാവശ്യം നീറ്റാണ് ഈ സ്ഥലമെല്ലാം. അധികം പിന്നെ വരുന്നവർ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇടാതിരിക്കാൻ നോക്കുക. കാരണം അത്യാവശ്യം നല്ല നീറ്റായിട്ടുണ്ട്. കണ്ടോ ഈ കടയും ഈ ഒരു വണ്ടിയും എല്ലാം നൈസ് ഫ്രെയിമാണ്. കുട എങ്ങോട്ട് പോയി? ആ, നിന്നോട് ഞാൻ എപ്പോഴും പറയാറില്ല. പിന്നെ സ്ഥിരമായിട്ടുള്ള ആരെയുണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓമ്പോ ഇതുവഴി വെള്ളം വരും. വെള്ളം വന്നു കഴിഞ്ഞാൽ അയ്യോ, വെള്ളം വന്നു കഴിഞ്ഞാൽ കിടില. ആ പാറയുടെ നടുക്ക് വെള്ളം വരും. ഗൈസ്, അങ്ങനെ നമ്മുടെ വാണ്ടറിങ് ക്യൂവിന് ഒരു പടവൻ അടിച്ചിരിക്കുന്നു. ഒരു റീലെടുക്കാൻ പോയതാ. ഗോപ്രോ ഓണ അല്ലാത്തതുകൊണ്ട് നിന്റെ ഭാഗ്യം, നീ രക്ഷപ്പെട്ടു. ഇവിടെയൊക്കെ വാ, ഉമ്മാര് തിരിച്ചു വന്നല്ലോ. പിന്നെ മിക്കാറും അതിലെ വഴി ഉണ്ടാവില്ലേ? വാ, എന്തായാലും അങ്ങോട്ട് പോവാം. ഇനി തന്നെ വീടല്ലോ കേട്ടല്ലോ, തെന്നുന്നുണ്ട്. ഇങ്ങോട്ടെന്താ വണ്ടി ഇറക്കാൻ പറ്റാത്ത? ആയിരിക്കും. താഴോട്ടെങ്ങാനും പോയാൽ തീർന്നില്ലേ? ആ, ഇവിടെ വെള്ളം വരും. പക്ഷെ വെള്ളം കൂടി വന്നാൽ പൊളിയാണ് കേട്ടോ.
ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ മൊത്തം ഒരു 2-3 വ്യൂ പോയിന്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കയറി വരുമ്പോഴേ കാണുന്ന വ്യൂ പോയിന്റാണ് ഇത്. നമ്മൾ ആ വീഡിയോയിൽ വരുമ്പോൾ ആദ്യം കാണിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം മഴ പെയ്ത് കോടയും വന്നുകൊണ്ടിരിക്കുവാണ്. ഇവിടെ നല്ല കോട വന്നുകൊണ്ടിരിക്കുവാണ്. ഇതോ നോക്ക്, മഴ പെയ്തിട്ട് അത് ഇറങ്ങി കുറച്ച്. പക്ഷെ മേളിൽ ഭയങ്കര കോടയാണ്, കണ്ണുകൂടെ കാണുന്നില്ല. ഇത് നല്ല രസമാണ്. മഴ പെയ്യുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഒന്നാമത് മഴയാണ്, പിന്നെ ഗോപ്രോയിലല്ല ഫോണിലാണ് എടുക്കുന്നത്. ഇവിടെ ഫുള്ള് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഇങ്ങോട്ട് കയറ്റാൻ പറ്റത്തില്ല. അവിടെ ഫുള്ള് ഇതിൽ അടച്ചിരിക്കുക. പിന്നെ ചുറ്റും ഇടയ്ക്കിടയ്ക്ക് ഓരോ വീട് ഫുള്ളുണ്ട്. കപ്പിളായിട്ടായാലും ഫ്രണ്ട്സായിട്ടായാലും ഇവിടെ അത്യാവശ്യം പ്രൈവസി ഉള്ള ഒരു ഏരിയയാണ്. ഇവിടുത്തെ നാട്ടുകാരായാലും ഞാനിപ്പോൾ ഒന്ന് വീണ് ആൾക്കാരെ കണ്ടു, അവരാരും മൈൻഡ് ചെയ്യില്ല. നമ്മൾ വീഴുക, നമ്മൾ തന്നെ എഴുന്നേറ്റ് പോകും. ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ല. അതാ ഇവിടെ ഏറ്റവും വലിയൊരിത്. പിന്നെ ടിക്കറ്റോ ടൈമോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഒക്കെ ആയിട്ടുള്ളപ്പോഴത്തേക്ക് മാക്സിമം 1-2 പേരായിട്ട് വരിക. ഒറ്റയ്ക്ക് വന്നാൽ വേറൊന്നും കൊണ്ടല്ല, ആരും വന്ന് നോക്കാനൊന്നുമില്ല. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു മെഡിക്കലോ എമർജൻസി എന്തെങ്കിലും വന്നാൽ പോലും ഇവിടെ ആരും വന്ന് നോക്കാനില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈം എനിക്കൊന്ന് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ആരും പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ല ഇവിടെ. അപ്പം നമ്മൾ ഈ കാണിച്ചിട്ടുള്ള മാത്രമൊന്നുമല്ല ഇവിടെ ഉള്ളത്. കാരണം ഞങ്ങൾക്ക് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ 2 പേരാണ്. ഞങ്ങളുടെ വണ്ടി കയറ്റാൻ പറ്റും, എങ്കിൽ കൂടെ സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ല. മാക്സിമം ഞങ്ങൾ നോക്കിയിട്ടും ഒരു പരിധി വരെ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. ഞങ്ങളെ കൊണ്ടല്ല, എന്നെ കൊണ്ട്. എനിക്ക് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇവന് കയറ്റണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഇവനെ സപ്പോർട്ട് ചെയ്യാൻ ഫിസിക്കലി പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പകുതി വരെ കയറി, പിന്നെ വണ്ടി അവിടെ വെച്ചിട്ട് ബാക്കി കയറി. വ്യൂ പോയിന്റ് വരെ പോയില്ല. അപ്പോഴത്തേക്ക് ഫുള്ള് കോട മൂടി. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പോരുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ഫുൾ ടീമായിട്ട് എന്തായാലും ഞങ്ങളിവിടെ വരും. കാരണം അത്ര ഭംഗിയുണ്ട്. ഞങ്ങൾ വന്നത് മൺസൂണിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം നിങ്ങളൊക്കെ വരാൻ പോകുന്ന ടൈമിൽ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതാണ്. മണിയന്ത്രം ഹിൽ ടോപ്പ് വ്യൂവിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും വിസിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ടിങ് കൂടി അടിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.